നമുക്ക് ന്യൂക്ലിയസ് പഠിക്കാം. ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ന്യൂക്ലിയസ്. ഓക്കെ, നമുക്ക് ന്യൂക്ലിയർ ഇമ്പോർട്ട്, അതുപോലെ തന്നെ ന്യൂക്ലിയർ എക്സ്പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. നല്ല ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ന്യൂക്ലിയസ്. ഓക്കെ, നമുക്കത് പഠിക്കാം. ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ്. ഓക്കെ, നമ്മുടെ ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണിച്ചേക്കുന്നത്. അകത്ത് എന്തൊക്കെയാണുള്ളത്? ന്യൂക്ലിയോളസ് ഉണ്ട്, പിന്നെ നമ്മുടെ ക്രൊമാറ്റിൻ ഉണ്ട്, ന്യൂക്ലിയോപ്ലാസം, പിന്നെ ഈ കാണിച്ചേക്കുന്നതാണ് എന്ത്? ന്യൂക്ലിയർ എൻവലപ്പ്, പിന്നെ ഈ ഒരു ചെറിയൊരു പൊട്ട് പോലെ കാണിച്ചേക്കുന്നതാണ് എന്ത്? ന്യൂക്ലിയർ പോർ. ഓക്കെ, നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. അതിൻ്റെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. കണ്ടോ, ഈ ഒരു പിക്ചർ കാണുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണുള്ളത്. കണ്ടോ, ഈ കാണിച്ചേക്കുന്നതാണ് എന്ത്? ന്യൂക്ലിയോളസ്. ഓക്കെ, പിന്നെ ഇവിടെ കുറച്ച് നമ്മുടെ ഫൈബർ പോലെയൊക്കെ കാണിച്ചേക്കുന്നതാണ് എന്ത്? ക്രൊമാറ്റിൻ. ഓക്കെ, പിന്നെ പിന്നെ നമുക്ക് എന്താണുള്ളത്? പിന്നെ നമുക്ക് ഇവിടെ ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്താണുള്ളത്? പെരി ന്യൂക്ലിയർ സ്പേസ്. പിന്നെ ഇവിടെ നിങ്ങൾക്കൊരു ഗ്യാപ്പ് കാണാമല്ലോ, അതാണ് നമ്മുടെ ന്യൂക്ലിയർ പോർ കോംപ്ലക്സ്. ഓക്കെ, അതൊക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കും. കണ്ടോ, ന്യൂക്ലിയർ പോർ കോംപ്ലക്സ്. അപ്പോൾ ഇത്രയും ഭാഗമാണ് എന്ത്? ന്യൂക്ലിയസ് വരുന്നത്. ഇപ്പുറം ഈ കാണിച്ചേക്കുന്നതൊക്കെ എന്താണ്? നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതിൻ്റെ പുറത്ത് എന്താണ്? റൈബോസോം ഒക്കെ. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ, ഇതാണ് നമ്മുടെ ന്യൂക്ലിയസിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം. ഇനി നമുക്ക് കുറച്ച് പോയിന്റ് നമുക്ക് നോക്കാം. ആരാണ് കണ്ടുപിടിച്ചത്? റോബർട്ട് ബ്രൗൺ. നമുക്ക് പറയാം ന്യൂക്ലിയസ് ഈസ് ഹോം ടു സെൽസ് DNA. RNA എവിടെയാണ് ഉണ്ടാക്കുന്നത്? ന്യൂക്ലിയസിലാണ്. അത് കഴിഞ്ഞ ശേഷം എക്സ്പോർട്ട് ആകുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുന്നത്? സെൽസ് ന്യൂക്ലിയസ് ഈസ് എ മെംബ്രെയിൻ ബൗണ്ട് സ്പെരിക്കൽ ബോഡി എബൌട്ട് 5 to 7 മ്യൂമിൻ ഡയമീറ്റർ. അത് കുറച്ച് വേരിയേഷൻ ഒക്കെ വരും. ഓക്കെ, 5 to 10 അങ്ങനെയൊക്കെ വേരിയേഷൻ ഉണ്ട്. ഓക്കെ, ഇനി ദ എക്സാക്ട് നമ്പർ ഓഫ് ക്രോമസോമും എന്താണ്? അതായത് ദ എക്സാക്ട് നമ്പർ ഓഫ് ക്രോമസോം വിത്തിൻ ന്യൂക്ലിയസ് ഡിപ്പെൻഡ് ഓൺ ദ ഓർഗാനിസം, സെൽ ടൈപ്പ് ആൻഡ് സ്റ്റേജ് ഇൻ ദ ലൈഫ് സൈക്കിൾ. ഓക്കെ, പിന്നെ നമുക്ക് പറഞ്ഞു നമ്മൾ ന്യൂക്ലിയസ് ഈസ് സറൗണ്ടഡ് ബൈ ന്യൂക്ലിയർ എൻവലപ്പ്. ഓക്കെ, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതുപോലെ തന്നെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കുറച്ച് കണ്ടൻസ് ഒക്കെ ഉണ്ട് അല്ലേ, നമ്മളത് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് കിടക്കുന്നത്? വിസ്കസ് അമോർഫസ് മാസ് ഓഫ് മെറ്റീരിയൽ എൻക്ലോസ്ഡ് ബൈ കോംപ്ലക്സ് ന്യൂക്ലിയർ എൻവലപ്പ്. അപ്പോൾ ന്യൂക്ലിയർ എൻവലപ്പ് ആണ് നമ്മുടെ ന്യൂക്ലിയസിൻ്റെയും സൈറ്റോപ്ലാസത്തിൻ്റെയും ബൗണ്ടറി. ഓക്കെ, ഇനി എന്തൊക്കെയുണ്ടെന്ന് ഒന്നുകൂടെ നമുക്ക് നോക്കാം. വിത്തിൻ ദ ന്യൂക്ലിയസ് ഓഫ് എ ടിപ്പിക്കൽ ഇൻ്റർഫേസ് സെൽ, അതിൻ്റെ ഉള്ളിൽ അല്ലേ, ആ ഒരു ഇൻ്റർഫേസ് സെല്ലിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസിൽ എന്തൊക്കെയുണ്ട്? ക്രോമസോം ഉണ്ട്. ഓക്കെ, അത് ഏത് ഫോമിലാണ്? ക്രൊമാറ്റിൻ. ഓക്കെ, പിന്നെ എന്തുണ്ട്? ന്യൂക്ലിയോലസ് ഉണ്ട്. ഓക്കെ, അതായത് നമുക്ക് പറയാം 1 or more ന്യൂക്ലിയോലൈ. ഓക്കെ, അതായത് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ന്യൂക്ലിയോലൈ. ഓക്കെ, സിംഗിൾ ആണെങ്കിൽ ന്യൂക്ലിയോലസ്. ഓക്കെ, അപ്പോൾ ഈ ന്യൂക്ലിയോളസിലാണ് എന്ത് സിന്തസൈസ് ചെയ്യുന്നത്? RNA. പിന്നെ ന്യൂക്ലിയോപ്ലാസം ഉണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് സിമ്പിളായിട്ടുള്ളത്. ഇനി നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് പഠിക്കുകയാണ്. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ. നമുക്ക് ആ ബേസിക് ആയിട്ടുള്ള നിങ്ങൾ ചെറിയ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ് നമ്മളിപ്പോൾ ഒന്ന് പറഞ്ഞത്. എന്താണ് ന്യൂക്ലിയസ്? ഓക്കെ, ന്യൂക്ലിയസിൻ്റെ അകത്ത് എന്തൊക്കെയാണ്? ഇനിയാണ് നമ്മൾ നന്നായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാണിച്ചേക്കുന്നതാണ് എന്ത്? നമ്മുടെ ഔട്ടർ മെംബ്രെയിൻ. ഓക്കെ, കണ്ടോ, ഔട്ടർ മെംബ്രെയിൻ, അതായത് ഔട്ടർ ന്യൂക്ലിയർ മെംബ്രെയിൻ. അപ്പോൾ അകത്തുള്ളത് നമുക്ക് എന്ത് പറയാം? ഇന്നർ ന്യൂക്ലിയർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ. ഓക്കെ, പിന്നെ നമുക്കിവിടെ കുറേ ആൾക്കാരുണ്ട്, അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. പിന്നെ ഇവിടെ ഒരു ആളിരിക്കുന്നത് കണ്ടോ, ഇതാണ് എന്ത്? ന്യൂക്ലിയർ പോർ കോംപ്ലക്സ്. ഓക്കെ, ന്യൂക്ലിയർ പോർ കോംപ്ലക്സ്. പിന്നെ ഇവിടെ നമുക്ക് ഈ ഒരു കുറച്ച് ആളുകൾ കിടക്കുന്നത് കണ്ടോ, കയർ പോലെ. ഇതെന്താണ്? ന്യൂക്ലിയർ ലാമിന. ഓക്കെ, നമ്മുടെ ന്യൂക്ലിയർ ലാമിന. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി പഠിക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത പിക്ചറിൽ കുറച്ചും കൂടി നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റില്ല.
ഇനി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമുക്ക് ന്യൂക്ലിയർ എൻവലപ്പിനെ പറ്റി പഠിക്കാം. എന്താണ് നമ്മൾ പഠിക്കുന്നത്? ന്യൂക്ലിയർ എൻവലപ്പ്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയർ എൻവലപ്പിൽ എന്തൊക്കെയുണ്ട്? ഈ കാണിച്ചേക്കുന്നതാണ് നമ്മുടെ ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡബിൾ ലെയർഡ് ആണ് അല്ലേ? നമുക്ക് പറയാം ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് പറയുന്നത് ഡബിൾ ലെയർഡ് ആണ് അല്ലേ? നമുക്ക് പറയാം ഡബിൾ ലെയർഡ് മെംബ്രെയിൻ. അപ്പോൾ അതിലെന്തൊക്കെയുണ്ട്? ഒരു ഇന്നർ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, ഔട്ടർ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, ന്യൂക്ലിയർ എൻവലപ്പിൽ ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. നമുക്ക് പറയാം ഔട്ടർ ന്യൂക്ലിയർ മെംബ്രെയിൻ, ഇന്നർ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് എന്ത്? ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാം ഈ ഇന്നർ ന്യൂക്ലിയർ മെംബ്രെയിനിൽ, അതായത് ഈ അകത്തുള്ള മെംബ്രെയിൻ കണ്ടോ, ഒരെണ്ണം പുറത്ത് ഒരെണ്ണം അകത്ത് അല്ലേ? അപ്പോൾ ഇതിൽ കുറച്ച് പ്രോട്ടീൻസ് ഉണ്ട്. ഏതിൽ? ഈ ഇന്നർ ന്യൂക്ലിയർ മെംബ്രെയിനിൽ കുറച്ച് പ്രോട്ടീൻസ് ഉണ്ട്. അപ്പോൾ അവര് എന്തായിട്ട് വർക്ക് ചെയ്യും? അപ്പോൾ ഇവര് ആക്ട് ആസ് ബൈൻഡിങ് സൈറ്റ് ഫോർ ന്യൂക്ലിയർ ലാമിന. ഓക്കെ, അപ്പോൾ ഈ ഇന്നർ മെംബ്രെയിനിലുള്ള പ്രോട്ടീൻ ആക്ട് ആസ് ബൈൻഡിങ് സൈറ്റ് ഫോർ ന്യൂക്ലിയർ ലാമിന അല്ലേ? അപ്പോൾ നമ്മൾ അടുത്ത ടേം പഠിക്കുന്നു, ന്യൂക്ലിയർ ലാമിന എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയർ എൻവലപ്പിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇന്നർ മെംബ്രെയിനിൽ കുറച്ച് പ്രോട്ടീൻസ് ഉണ്ട്. ആ പ്രോട്ടീൻസ് ആണ് ആരെ സപ്പോർട്ട് ചെയ്യുന്നത്? അതായത് ആ പ്രോട്ടീൻസ് ആക്ട് ആസ് ബൈൻഡിങ് സൈറ്റ് ഫോർ ന്യൂക്ലിയർ ലാമിന അല്ലേ? അപ്പോൾ നമുക്ക് ന്യൂക്ലിയർ ലാമിന എന്താണെന്ന് നോക്കാം. കണ്ടോ, ഇവിടെ കുറച്ച് ബ്ലൂ കളറിൽ കിടക്കുന്ന ആളെ കണ്ടോ? അതാണ് ന്യൂക്ലിയർ ലാമിന. ഇവിടെ കണ്ടോ ന്യൂക്ലിയർ ലാമിന ബ്ലൂ കളറിൽ? അതാണ് എന്ത്? ന്യൂക്ലിയർ ലാമിന. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ന്യൂക്ലിയർ ലാമിന എന്ന് പറയുന്നത്? അപ്പോൾ ഈ ന്യൂക്ലിയർ ലാമിന പ്രൊവൈഡ് സ്ട്രക്ചറൽ സപ്പോർട്ട്. സ്ട്രക്ചറൽ സപ്പോർട്ട് ആർക്കൊക്കെ? സ്ട്രക്ചറൽ സപ്പോർട്ട് ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്? ഒന്ന് നമ്മുടെ ന്യൂക്ലിയർ എൻവലപ്പിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ന്യൂക്ലിയർ എൻവലപ്പിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ആങ്കറിങ് സൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ന്യൂക്ലിയർ ലാമിന ആക്ട് ആസ് ആങ്കറിങ് സൈറ്റ്. ഓക്കെ, ആർക്കൊക്കെ പിടിച്ചു കിടക്കാനുള്ള ഒരു ഏരിയയാണ്? ആർക്കൊക്കെ പിടിച്ചു കിടക്കാനുള്ള ഏരിയയാണ്? ഒന്ന് നമ്മുടെ ക്രോമാറ്റിൻ, പിന്നെ രണ്ട് നമ്മുടെ ന്യൂക്ലിയർ പോർ കോംപ്ലക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ന്യൂക്ലിയർ എൻവലപ്പ് പഠിച്ചു, ഡബിൾ മെംബ്രെയിൻ ആണ്. അതിൽ ഇന്നർ മെംബ്രെയിനിൽ കുറച്ച് പ്രോട്ടീൻസ് ഉണ്ട്. ദോസ് പ്രോട്ടീൻസ് ആക്ട് ആസ് ബൈൻഡിങ് സൈറ്റ് ഫോർ ന്യൂക്ലിയർ ലാമിന. അപ്പോൾ ന്യൂക്ലിയർ ലാമിന എന്ന് പറയുന്നത് ഈ ബ്ലൂ കളറിലെ ആളുകളാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ അവരുടെ ആക്ഷൻ എന്താണ്? അവർ സ്ട്രക്ചറൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആർക്ക്? നമ്മുടെ ന്യൂക്ലിയർ എൻവലപ്പിന് സ്ട്രക്ചറൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആങ്കറിങ് സൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, കണ്ടോ? അപ്പോൾ ഈ ബ്ലൂ കളറിലെ ആണ് ന്യൂക്ലിയർ ലാമിന. അപ്പോൾ ഇവർ ഒരു ആങ്കറിങ് സൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആർക്കൊക്കെ? നമ്മുടെ ന്യൂക്ലിയർ പോർ കോംപ്ലക്സിനെ ആങ്കർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ക്രോമാറ്റിനൊക്കെ ഇവിടെ കിടക്കുന്നത് കണ്ടോ? അവരെയൊക്കെ ആങ്കർ ചെയ്തിട്ടുണ്ട് അല്ലേ? അവരെയൊക്കെ അവിടെ പിടിച്ചു നിർത്തിയേക്കുന്ന ആരാണ്? നമ്മുടെ ന്യൂക്ലിയർ ലാമിന. മനസ്സിലായല്ലോ? അപ്പോൾ ഒന്ന് സ്ട്രക്ചറൽ സപ്പോർട്ടാണ് ന്യൂക്ലിയർ എൻവലപ്പിന്, രണ്ട് ആക്ട് ആസ് ആങ്കറിങ് സൈറ്റ് ഫോർ ക്രോമാറ്റിൻ ആൻഡ് ന്യൂക്ലിയർ പോർ കോംപ്ലക്സ്. ഇത്ര മനസ്സിലായല്ലോ? ഇനി നമുക്ക് ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ ന്യൂക്ലിയർ ലാമിനയിൽ എന്താണുള്ളതെന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ന്യൂക്ലിയർ ലാമിനലിൻ്റെ ഉള്ളിൽ എന്താണുള്ളത്? പ്രോട്ടീൻസ്. ഓക്കെ, എന്താണുള്ളത്? പ്രോട്ടീൻസ്. എന്ത് പ്രോട്ടീൻസ് ആണുള്ളത്? അപ്പോൾ അതായത് ഈ ന്യൂക്ലിയർ ലാമിന എന്ന് പറയുന്നത് ഒരു മെഷ് വർക്ക് ഓഫ് പ്രോട്ടീൻസ് ആണ്. ഓക്കെ, ഒരു മെഷ് വർക്ക് ഓഫ് പോളിമറൈസ്ഡ് പ്രോട്ടീൻസ് നമുക്ക് പറയാം. അവരെന്താ നമ്മൾ പറയുന്നത്? ന്യൂക്ലിയർ ലാമിൻ. അതുകൊണ്ടാണ് നമുക്ക് ആ പേര് വന്നേക്കുന്നത് ന്യൂക്ലിയർ ലാമിന. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയർ ലാമിന എന്ന് പറയുന്നത് എന്താണ്? അതിലുള്ളത് പ്രോട്ടീൻസ് ആണ്.
ഒരു മെഷ് വർക്ക് ഓഫ് പോളിമറൈസ്ഡ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസിൻ്റെ പേരെന്താണ്? ന്യൂക്ലിയർ ലാമിൻസ്. ഓക്കെ, അപ്പോൾ ഈ ന്യൂക്ലിയർ ലാമിൻസ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള സൈറ്റോസ്കെലറ്റൻ പ്രോട്ടീൻ ആണ്. ഇത്ര മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ന്യൂക്ലിയർ എൻവലപ്പ് പഠിച്ചു, ന്യൂക്ലിയർ ലാമിന പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ന്യൂക്ലിയർ പോർ കോംപ്ലക്സ്. അപ്പോൾ ഇവിടെ ഈ ഒരു യെല്ലോ കളറിൽ കാണിച്ചേക്കുന്നത് കണ്ടോ? അതാണ് ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് എന്ന് പറയുന്നത്, അല്ലേ? പെർഫോറേഷൻസ് എവിടെ? നമ്മുടെ ന്യൂക്ലിയർ എൻവലപ്പിലുള്ള പെർഫോറേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് പറയുന്നത് ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ആണ്. ഔട്ടർ ഉണ്ട്, ഇന്നർ ഉണ്ട്. ഓക്കെ, പിന്നെ അതിൽ ഈ പറഞ്ഞ പെർഫോറേഷൻസ് ഉണ്ട്. അതിൻ്റെ പേരാണ് ന്യൂക്ലിയർ പോർ കോംപ്ലക്സ്. ഇവിടെ കണ്ടോ? അതായത് ഇതാണ് നമ്മുടെ ന്യൂക്ലിയർ എൻവലപ്പ് എങ്കിൽ അതിൽ പെർഫോറേഷൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഈ കാണിച്ചേക്കുന്നത് അതാണ് ന്യൂക്ലിയർ പോർ കോംപ്ലക്സ്. ഓക്കെ, ന്യൂക്ലിയർ പോർ കോംപ്ലക്സ്, ന്യൂക്ലിയർ പോർ കോംപ്ലക്സ്. അപ്പോൾ ഈ 2 പോയിന്റാണ് ആദ്യം ഓർക്കേണ്ടത്. ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് പറയുന്നത് ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ആണ്. പിന്നെ അതിലെന്തുണ്ട്? പെർഫോറേഷൻസ് ഉണ്ട്. ന്യൂക്ലിയർ എൻവലപ്പ്, അതിൽ ന്യൂക്ലിയർ എൻവലപ്പിൽ പെർഫോറേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പെർഫോറേഷൻസിന് പറയുന്ന പേരാണ് ന്യൂക്ലിയർ പോർ കോംപ്ലക്സ്. ഇനി നമുക്ക് ന്യൂക്ലിയർ പോർ കോംപ്ലക്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാലോ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഡീപ്പ് യെല്ലോ കളറിലെ കാണിച്ചേക്കുന്നതാണ് എന്ത്? ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ന്യൂക്ലിയർ എൻവലപ്പിലുള്ള ചെറിയ ചെറിയ ഹോൾസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലേ? പെർഫോറേഷൻസ്, അതാണ് ന്യൂക്ലിയർ പോർ കോംപ്ലക്സ്. ഇനി അതിനെപ്പറ്റി നമുക്ക് കുറേ പഠിക്കാനുണ്ട്. ഇപ്പോൾ ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ന്യൂക്ലിയർ ട്രാൻസ്പോർട്ടൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കാം. അപ്പോൾ ഈ കാണിച്ചേക്കുന്നതാണ് നമ്മുടെ ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ന്യൂക്ലിയർ പോർ കോംപ്ലക്സിൽ എന്തൊക്കെയാണ് ഉള്ളത്? അപ്പോൾ കുറേ ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് ഉണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് പറയാം, ഏകദേശം നമ്മുടെ മമ്മേലിയൻ സെൽസിലുള്ള ന്യൂക്ലിയസിൽ ഒരു 3000 തൊട്ട് 4000 എന്തുണ്ട്? ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പിക്ചറിൽ എത്രണ്ണേ കാണിച്ചിട്ടുള്ളൂ? 2 കാണിച്ചിട്ടുള്ളൂ, അല്ലേ? അപ്പോൾ ഇത് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. എത്രത്തോളം ഉണ്ട്? ഒരു മമ്മേലിയൻ സെൽസ് ന്യൂക്ലിയസിൽ ഏകദേശം 3000 തൊട്ട് 4000 ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി എത്രത്തോളം ഉണ്ടെന്ന്, അല്ലേ? എത്രത്തോളം എക്സ്പോർട്ടും ഇമ്പോർട്ടൊക്കെ നടക്കണം. അതിന് വേണ്ടിയിട്ടാണ് എന്ത് കൊടുത്തേക്കുന്നത്? ന്യൂക്ലിയർ പോർ കോംപ്ലക്സ്. ഇത് എവിടെയാണുള്ളത്? ന്യൂക്ലിയർ എൻവലപ്പിൽ. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയർ പോർ കോംപ്ലക്സിൽ എന്താണുള്ളത്? ഓരോ ന്യൂക്ലിയർ പോർ കോംപ്ലക്സിൽ എന്താണുള്ളത്? നമുക്ക് പറയാം 30 ന്യൂക്ലിയോ പ്രോട്ടീൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് വേറൊരു പേര് പറയാം. എന്ത്? ന്യൂക്ലിയോ പോറിൻസ് എന്ന് പറയാം. ഓക്കെ, എന്ത് പറയാം? ന്യൂക്ലിയോ പോറിൻസ്. അപ്പോൾ ന്യൂക്ലിയർ പോർ കോംപ്ലക്സിൽ എന്താണുള്ളത്? അതിൽ നമുക്ക് പറയാം ഈച്ച് ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 30 ന്യൂക്ലിയോ പ്രോട്ടീൻസ്, അല്ലെങ്കിൽ നമുക്ക് ന്യൂക്ലിയോ പോറിൻസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, കാണാലോ? ഇതാണ് നമ്മുടെ NPC എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചർ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ. നമുക്കതിലെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയോ പോറിൻസ് ഉണ്ട്, അല്ലേ? അപ്പോൾ അതിൽ തന്നെ നമുക്ക് 3 ഡിഫറെൻറ്റ് ടൈപ്പ് ന്യൂക്ലിയോ പോറിൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഈ ഒരു ഗ്രീൻ കളറിലെ ആളെ കണ്ടോ? അതാണ് മെംബ്രെയിൻ റിംഗ് പ്രോട്ടീൻസ്. എന്ത് നമുക്ക് പറയാം? ഒന്നാമത്തെ ആളാണ് ട്രാൻസ് മെംബ്രെയിൻ റിംഗ് പ്രോട്ടീൻസ്. മെംബ്രെയിൻ റിംഗ് പ്രോട്ടീൻസ് എന്ന് പറയാം. കണ്ടോ ഈ ഗ്രീൻ കളറിൽ? അവർ എന്തിനെയാണ് പിടിച്ചു നിർത്തിയേക്കുന്നത്? നമ്മുടെ ന്യൂക്ലിയർ പോർ കോംപ്ലക്സിനെ എന്തിലേക്ക് പിടിച്ചു നിർത്തുന്നുണ്ട്? ഈ മെംബ്രെയിൻ റിംഗ് പ്രോട്ടീൻ ന്യൂക്ലിയർ എൻവലപ്പിലേക്ക്. കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂക്ലിയർ
envelope. ന്യൂക്ലിയർ എൻവലപ്പ്. നമ്മുടെ ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നർ മെംബ്രെയിൻ, ഇത് ഔട്ടർ മെംബ്രെയിൻ. കാരണം എന്താണ്, ഈ കാണിച്ചേക്കുന്നതാണ് സൈറ്റോസോൾ. ഓക്കെ, ഇവിടെ ഇപ്പുറത്തെ വശം എന്താണ്, നമ്മുടെ ന്യൂക്ലിയസിൻ്റെ അകം. ഓക്കെ, അതൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചോളണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ടൈപ്പ് പ്രോട്ടീൻ്റെ പേര് ട്രാൻസ്മെംബ്രെയിൻ റിംഗ് പ്രോട്ടീൻ. സെക്കൻഡ് ആരാണ്, ഇവിടെ കാണാലോ, സ്കാഫോൾഡ് ന്യൂക്ലിയോ പ്രോട്ടീൻസ് അല്ലെങ്കിൽ ന്യൂക്ലിയോ പോറിൻസ്. സ്കാഫോൾഡ് ന്യൂക്ലിയോ പോറിൻസ്. ഓക്കെ, പിന്നെ തേർഡ് വൺ ആരാണ്, ചാനൽ ന്യൂക്ലിയോ പോറിൻസ്. ഓക്കെ, ചാനൽ ന്യൂക്ലിയോ പോറിൻസ്. മനസ്സിലായോ? അതായത് ന്യൂക്ലിയോ പോറിൻസ് തന്നെ 3 തരത്തിലുണ്ട്. മെംബ്രെയിൻ റിംഗ് പ്രോട്ടീൻസ് ഉണ്ട്, സ്കാഫോൾഡ് ന്യൂക്ലിയോ പോറിൻസ് ഉണ്ട്, ചാനൽ ന്യൂക്ലിയോ പോറിൻസ് ഉണ്ട്. ഓക്കെ, ഇനി അവരുടെ ഡ്യൂട്ടി നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ആളുടെ നമ്മൾ ഡ്യൂട്ടി പറഞ്ഞു അല്ലേ, എന്താണ്, ന്യൂക്ലിയർ പോർ കോംപ്ലക്സിനെ ന്യൂക്ലിയർ എൻവലപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് നിർത്തുക. ഓക്കെ, നമ്മുടെ ട്രാൻസ്മെംബ്രെയിൻ റിംഗ് പ്രോട്ടീൻ ഈ പച്ച അല്ലേ. ഇനി സ്കാഫോൾഡ് പ്രോട്ടീൻ, സ്കാഫോൾഡ് കണ്ടോ, ഈ കാണിച്ചേക്കുന്നതാണ് സ്കാഫോൾഡ്, അടുത്ത ലെയർ കണ്ടോ. ഇനി അടുത്ത ന്യൂക്ലിയോ പോറിൻസ് ആരൊക്കെയാണ്, ഇവിടെ കണ്ടോ, ഇവരാണ് എന്ത്, ഈ ഒരു ഓറഞ്ച് കളറിൽ കാണിച്ചേക്കുന്നതാണ് സ്കാഫോൾഡ് ന്യൂക്ലിയോ പ്രോട്ടീൻസ്. ഓക്കെ, അല്ലെങ്കിൽ സ്കാഫോൾഡ് ന്യൂക്ലിയോ പോറിൻസ്. അവരെന്താണ്, ലെയേർഡ് റിംഗ് സ്ട്രക്ചറാണ്. ഓക്കെ, ഇനി അടുത്ത ആളാണ് ചാനൽ ന്യൂക്ലിയോ പോറിൻസ്, അതായത് വേറെ കളറിൽ കാണിക്കാം, കണ്ടോ, അടുത്ത വരുന്ന ആൾക്കാരാണ് എന്ത്, ചാനൽ ന്യൂക്ലിയോ പോറിൻസ്. അവർ അകത്തുള്ള ആ ഒരു ലെയേർഡ് റീജിയനാണ് ചാനൽ ന്യൂക്ലിയോ പോറിൻസ് എന്ന് പറയുന്നത്. അതായത് ആ സെൻട്രൽ കോറ് ലൈൻ ചെയ്തേക്കുന്ന ആളുകളാണ് ചാനൽ ന്യൂക്ലിയോ പോറിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള ആളുകളാണുള്ളത്. മെംബ്രെയിൻ റിംഗ് പ്രോട്ടീൻസ് അറ്റാച്ച്മെൻറ്റിന് വേണ്ടിയിട്ട്, പിന്നെ സ്കാഫോൾഡ് ന്യൂക്ലിയോ പോറിൻസ് ഉണ്ട്, ചാനൽ ന്യൂക്ലിയോ പ്രോട്ടീൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ന്യൂക്ലിയോ പ്രോട്ടീൻസ് എന്ന് പറയാം, ന്യൂക്ലിയോ പോറിൻസ് എന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ബേസിക് സ്ട്രക്ചർ പറയുന്നത് കേട്ടോ. ഇനി അടുത്തൊരു കാര്യം നമ്മൾ നോക്കേണ്ടത്, നമുക്ക് പറയാം ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് ഡിസ്പ്ലേ 8-fold റൊട്ടേഷണൽ സിമ്മട്രി. ഓക്കെ, അതുപോലെ തന്നെ സെൻട്രൽ കോർ സിമ്മട്രി ഉണ്ട് കേട്ടോ, സെൻട്രൽ കോർ സിമ്മട്രി ഉണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി ഇവരുടെ അകത്ത് എം ടി ആണോ, അകത്തെന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടോ, ഈ കാണിച്ചേക്കുന്നത് എന്താ, എം ടി ആണോ അകം, ഒരു പോറ് അവർ ഫുള്ളായിട്ടൊരു ടണൽ പോലെയാണോ, അല്ല, എം ടി അല്ല. അകത്ത് എന്താണുള്ളത്, അതായത് ഈ സെൻട്രൽ ഏരിയയിൽ എന്താണുള്ളതെന്ന് നമുക്ക് പഠിക്കാം. അത് എം ടി അല്ല. അവിടെ എന്താണുള്ളത്, നമുക്ക് പറയാം ഫിൽഡ് വിത്ത് അൺസ്ട്രക്ചേർഡ് പ്രോട്ടീൻ റീജിയൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ NPC ന്യൂക്ലിയർ പോർ കോംപ്ലക്സിൻ്റെ അകത്ത് എന്താണ്, ഫിൽഡ് വിത്ത് അൺസ്ട്രക്ചേർഡ് പ്രോട്ടീൻസ്. ഓക്കെ, ഫിൽഡ് വിത്ത് അൺസ്ട്രക്ചേർഡ് പ്രോട്ടീൻസ്. അതിലെന്താണുള്ളത്, അതിൽ കുറേ ഫീനൈൽ അലാനിൻ ഗ്ലൈസിൻ മോട്ടീഫ് ഉണ്ട്. ഇനി ഇതിൻ്റെ കെമിക്കൽ അബ്രിവിയേഷൻ നമ്മൾ നോക്കി വെക്കണം. ഫിനൈൽ അലാനിനെ നമ്മൾ എഫ് എന്നാണ് പറയുന്നത്, ഗ്ലൈസിന് നമ്മൾ ജി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, കുറേ FG മോട്ടീഫ് ഉണ്ട്. ഓക്കെ, അകത്ത് എന്താണുള്ളത്, അകത്ത് വെറുതെ പൊള്ളയായിട്ടുള്ളതല്ല, കുറേ FG മോട്ടീഫ് ഉണ്ട്. എന്തിൻ്റെ അകത്ത്, നമ്മുടെ ന്യൂക്ലിയർ പോർ കോംപ്ലക്സിൻ്റെ അകത്ത് ഫിനൈൽ അലാനിൻ ഗ്ലൈസിൻ മോട്ടീഫാണുള്ളത്. ഓക്കെ, ഒരു മെഷ് വർക്ക് പോലെ. അപ്പം എല്ലാത്തിനെയും ഒന്നും കടത്തി വിടൂല, സ്മോൾ മോളിക്യൂൾസിനെ ആയിരിക്കും ഇവർ കടത്തി വിടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഫിനൈൽ അലാനിൻ ഗ്ലൈസിൻ മോട്ടീഫ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂക്ലിയർ പോർ കോംപ്ലക്സ്. ഇവർ ഒരു ബാസ്ക്കറ്റ് പോലെയല്ല ഇരിക്കണത്, അവരുടെ അപ്പിയറൻസ് അതും കൂടെ ഓർത്തോളണം കേട്ടോ. ഈ കാണിച്ചേക്കുന്നതാണ് സൈറ്റോസോളിക് ഫൈബ്രിൽസ്. ഓക്കെ,
ഇവരുടെ ഇന്റേണൽ ഡയമീറ്റർ എത്രയാണ് അതും കൂടെ നോക്കിക്കൊള്ളണം. ഇന്റേണൽ ഡയമീറ്റർ എന്ന് പറയുന്നത് ഒരു 40 നാനോമീറ്റർ ആണ് കേട്ടോ.